Hello guys, welcome to Heaven's Kitchen. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 5 ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള ചിക്കൻ കറിയല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. നമുക്കത് കാണുമ്പോൾ ഒരു ചൈനീസ് ടച്ചൊക്കെ ഫീൽ ചെയ്യും, പക്ഷേ നല്ല നാടൻ ഐറ്റംസ് ഉള്ള നമ്മുടെ ചിക്കൻ കറിയാണ്. ഇതിൻ്റെ പേര് രാജസ്ഥാനി ജംഗ്ലി മാസ് എന്നാണ്. ആക്ച്വലി ഇതൊരു മട്ടൻ കറിയാണ്, അല്ലെങ്കിൽ മട്ടൻ റെസിപ്പിയാണ്. അതായത് മട്ടൻ എന്നല്ല, മട്ടൻ ബീഫ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ്, അതായത് നമ്മൾ കാട്ടിൽ ചെന്നിട്ട് വേട്ടയാടി അവരവിടെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു റെസിപ്പിയാണ്. ഒരു 100 വർഷത്തോളം പഴക്കമുള്ളൊരു രാജസ്ഥാനിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഞാൻ ചിക്കനിൽ പരീക്ഷിച്ച് നോക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചിക്കൻ നമുക്ക് ഇഷ്ടമായാണ് ചിക്കനിൽ പരീക്ഷിച്ച് നോക്കി. ഇത് മട്ടനിലും വേറെ ബീഫിലും ഏതിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് വളരെ സിമ്പിളാണ്. വെറും 5 ഇൻഗ്രീഡിയൻറ്റ്, ചിക്കൻ അടക്കം 5 ഇൻഗ്രീഡിയൻറ്റ് മാത്രമുള്ള ഒരു റെസിപ്പി. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ബട്ട് ഒരു കാര്യം, വലിയ ചാറുകറി ഒന്നല്ല, ഇത്തിരി എന്താ പറയുക, ഒരു ചില്ലി സോസൊക്കെ ഒഴിക്കുന്ന പോലുള്ള തരത്തിലുള്ള ഒരു ചാറ് ഉണ്ടാവുള്ളൂ ഇതിൽ. അപ്പോൾ വലിയ ചാറുകറിയാണ് ഉദ്ദേശിച്ചിട്ട് ഇത് നോക്കരുത്. രാജസ്ഥാനി ജംഗ്ലി മാസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ചിക്കനിൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ചിക്കൻ്റെ കുക്കിംഗ് ടൈം കുറച്ച് കുറവാണ്. 15-20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ റെഡിയാവും. പക്ഷേ ബീഫോ മട്ടണോ അതൊക്കെയാണ് കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലാണ്. അതിൻ്റെ ഒരു ചെറിയ ഡിഫറൻസ് അതിൽ വരുന്നത്. അത് മെയിനായിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന വലിയൊരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കാശ്മീരി അല്ലെങ്കിൽ മുഴുവൻ മിളക് എന്ന് പറയാം. നമ്മുടെ മുഴുവൻ മിളകില്ലേ അത്. അപ്പോൾ അത് അങ്ങനെ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് വേവിച്ചെടുക്കുമ്പോൾ നന്നായി സ്മാഷായി വരില്ല, കാരണം കുക്കിംഗ് ടൈം കുറവായ കാരണം. ചിലപ്പോൾ നല്ല ക്വാളിറ്റി മിളകുകളാകുമ്പോൾ പെട്ടെന്ന് സ്മാഷായിട്ട് വരുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ചില ക്വാളിറ്റി വ്യത്യാസമൊക്കെ വരുമ്പോൾ സ്മാഷായിട്ട് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, അത് ലാസ്റ്റ് ഒരു 3/4 വേവിന് മുകളിലാവുമ്പോൾ അതൊന്ന് എടുത്ത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് തിരിച്ചിട്ടിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്താൽ മതി. നമ്മൾ അതിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്യണ കാരണം, അപ്പോൾ പിന്നീട് കുറേ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എൻഡിലാണെങ്കിലും ഒരു 5 മിനിറ്റ് ആണെങ്കിലും കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു പോയിന്റ് ഉണ്ട് ഇതിൽ, നിങ്ങൾ ശ്രദ്ധിക്കണം. ബാക്കിയൊക്കെ സിമ്പിൾ. സാധാരണ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ, ചിക്കൻ കറിയിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വരാറുണ്ട്, എന്താ സ്മാഷ് ആവാറുണ്ട് മുളക്. പക്ഷെ ചില ടൈമിലൊക്കെ ഇങ്ങനെ 1-2-3 ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പം നമുക്കത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ഒന്നുകൂടി നന്നായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ജംഗ്ലി മാസ് ഉണ്ടാക്കുക. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ബെല്ലൈക്കൺ അമർത്തണം. ബെല്ലൈക്കൺ അമർത്തിയാൽ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ജംഗ്ലി മാസ് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ജംഗ്ലി മാസ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. എന്താ, നെയ്യിന് എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യണ ഓയിലോ എടുക്കാം. കാശ്മീരി ചില്ലിയില്ലേ, മുഴുവൻ മുളക് എന്ന് പറയില്ലേ, അത് ഞാനിപ്പോൾ പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. ഞാനൊരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അതുതന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി, അതങ്ങനെ തന്നെ മുഴുവനെ തന്നെ നമ്മൾ കട്ട് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഒരു 350 ഗ്രാം ചിക്കൻ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ വേണ്ടോ, ഓൺലി 5 ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിത് പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. അങ്ങനെ നമ്മുടെ നെയ്യ് നല്ലോണം ചൂടായിട്ടുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത്രയും നേരം നെയ്യ് ചൂടാക്കിയത്. ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ മുഴുവൻ മുളക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് അങ്ങനെ മൂപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് 2 സെക്കൻഡ് നെയ്യിലിട്ടൊന്ന് വഴറ്റുക. അതിന് ശേഷം നമ്മുടെ ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക് ഇട്ടിട്ട് നേരത്തെ പറഞ്ഞത് ഒരു 2 സെക്കൻഡ് ഒന്നങ്ങോട്ട് വഴറ്റിയെടുത്താൽ മതി. ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് നെയ്യിൻ്റെ സ്മെല്ലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിക്കാടോ. ആക്ച്വലി കുറച്ച് അധികം നമ്മൾ നെയ്യ് ഒഴിക്കും ഈ ഡിഷിന്. ഞാനിപ്പോൾ പക്ഷേ ഒരു ഹെൽത്ത് ബേസ് വെച്ചിട്ടാണ് ഞാനൊരു 3 ടീസ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളിത് മൂടി വെച്ചാണ് വേവിക്കുന്നത്, അപ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അടി പിടിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെറും 3 ടീസ്പൂൺ ഒഴിച്ചിട്ടുള്ളത്.
ടേസ്റ്റ് ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ ഒരു 1/2 കപ്പ് നെയ്യ് ഇടയ്ക്ക് ഒഴിക്കുക, ഒരു ഫ്രൈഡ് ഒരു ഇത് കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അത്ര ഒഴിക്കുന്നില്ല, അതിഷ്ടമുള്ളവർ അങ്ങനെ ചെയ്തോ കേട്ടോ. ഇനി നമുക്ക് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടേണ്ടത്. നന്നായി മിക്സ് ചെയ്യാം. കൂടെ ഒരു നല്ല ഫ്ലേവറിന് ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മൊത്തം ഞാൻ 4 ടീസ്പൂണാണ് പൊഴിച്ചിരിക്കുന്നത്. നമുക്കിനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് സോട്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഞാനിത് 1 മിനിറ്റ് നല്ലോണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് നന്നായി ഇത് തിളച്ച് വെള്ളമൊക്കെ ഇതൊക്കെ ചെറുതായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട്, ഈവൻ മീഡിയം ഫ്ലെയിമിൽ, നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡിൽ കുക്ക് ചെയ്യണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വേറെ ഒന്നും ഇട്ടിട്ടില്ല, കുറച്ച് നെയ്യും പിന്നെ നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമാണ് ഇത് അടി പിടിക്കാതിരിക്കാനുള്ള ആകുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടാം. ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാലും മതി. പിന്നീട് നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ റെഡിയാവും. സംഭവം ഇത്രയേ ഉള്ളൂ, ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ, ഇത്രയേ നമ്മൾ ആഡ് ചെയ്യണുള്ളൂ. ഇനി ഒന്നും നമ്മൾ ആഡ് ചെയ്യണില്ല. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വേറെ ഒരു പണിയില്ല. ഇത് മാത്രം ചെയ്തപ്പോൾ സ്പെഷ്യലി ബാച്ചിലേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ കുക്കിംഗ് ആദ്യമായി പഠിക്കുന്നവർക്കാണെങ്കിലും തിരക്ക് പിടിച്ച് നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം ആ ഒരു ഇതിലാണെങ്കിൽ ആ ഒരു അവസ്ഥയിലാണെങ്കിലും ഒക്കെ സിമ്പിളായിട്ട് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അങ്ങനെ അതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ ഞാൻ കുറച്ച് മുന്നേ തുറന്നു നോക്കി ഒന്ന് ഇളക്കിയിരുന്നു. ഇടയ്ക്ക് നിങ്ങൾ ഒന്ന് തുറന്നു നോക്കി ഇളക്കണം, വെള്ളം വരുന്നു വിചാരിച്ചിട്ട് നോക്കാതിരിക്കരുത്. കണ്ടില്ലേ, ചാറ് ഇത്രയുള്ളൂ. നമ്മുടെ ചില്ലിയൊക്കെ നന്നായി അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി അതെ നല്ലോണം അലിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി വരട്ടിയ പോലെ ആക്കാം. നന്നായി ഒന്നുകൂടിയും ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്ന് എല്ലാം വറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതാ ഈ ചെറിയ ചാറ് പോലെ ഞാൻ പറയാം, ഒരു ചൈനീസ് ടച്ച് ഉണ്ടെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഒരു ചില്ലി സോസൊക്കെ ഒഴിച്ച ഫീലാണ്. അതുപോലെയാണ് കിടക്കുക. ഇത്രയും ചാറുണ്ടാവുള്ളൂ. ചാറെന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല, ഒരു അത് പറഞ്ഞു ഒരു ചൈനീസ് ഡിഷിൻ്റെ ഒക്കെ ഒരു ലുക്കാണ് ഇതിനെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനല്ലോ നിങ്ങൾക്ക് എന്താ പറയുക, വറക്കണ ഒരു ഫീല് വരാനാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യണ ഒരു ഇതാണെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇതാ ഉള്ള വെള്ളം കൂടി നന്നായി വറ്റിച്ചെടുക്കുക. അതല്ല ചെറിയൊരു ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ വെച്ച് നിർത്തിക്കും, ഇവിടെ വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. സംഭവം ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഒന്നും കൂടി വറ്റിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അത്ര ചാറ് വേണ്ട. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി ഇതേപോലെ അടച്ചു വെക്കുന്നുണ്ട്. രാജസ്ഥാനി ജംഗിൾ മാസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനത് ഇത്തിരി ഒന്ന് വറ്റിച്ചു ചാറ്, അധികം ചാറ് എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കണേ. പക്ഷേ നമ്മുടെ ഈ ഉള്ളിയും എന്താ പറയുക വെളുത്തുള്ളിയും വറ്റൽമുളകിൻ്റെ ഒക്കെ ഒരു ഗ്രേവി ഉണ്ട്, അത് മതി. അതുകൊണ്ടാണ് ഞാനൊന്ന് വറ്റിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അത്ര വേണ്ടെങ്കിൽ മറ്റേ സോസ് പോലുള്ള കൺസിസ്റ്റൻസിയിൽ അവിടെ വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത്തിരി വരട്ടേണ്ടവർക്ക് വരട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം ഇത്രയുള്ളൂ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു പണിയുമില്ല, വെറുതെ എല്ലാം കൂടി ആദ്യം ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വറ്റൽമുളക് എങ്ങാനും ഇതുപോലെ നന്നായി സ്മാഷായി വന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്താൽ മതി. ചില വറ്റൽമുളകിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ചില ടൈമിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. എനിക്കും അങ്ങനെ പല ടൈമിൽ ഉണ്ടായിട്ടുണ്ട്. ചില ടൈമിൽ കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ വറ്റൽമുളകിൻ്റെ ക്വാളിറ്റി മാറുമ്പോൾ അങ്ങനെ കുറച്ച് 2-3 വറ്റൽമുളക് അങ്ങനെ പ്രോപ്പറായിട്ട് അങ്ങനെ അലിഞ്ഞ് ചേരാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ട് തിരിച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താലും മതി. സംഭവം ഓൾറെഡി ഇതിലിട്ടിട്ട് കുക്ക് ആവുന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് ആ ഫ്ലേവർ എന്തായാലും ചിക്കനിൽ നന്നായി കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ രാജസ്ഥാനി ജംഗിൾ മാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. കറിയോ ഫ്രൈയോ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം. അത് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ എരിവ് പിന്നെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിക്കൻ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ.
നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സജഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാതിരിക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അതുവരെ കീപ് സ്മൈൽ, ഓൾവേസ് ടേക്ക് കെയർ, ബൈ ബൈ.